ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വാർത്തയെന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വേർഷൻ. എന്താണ് ആ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആ പാർട്ടിയുടെ പ്രവർത്തകരോട്, നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ആ പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായി കടന്നു വന്നില്ല എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണിക്കുന്നതനുസരിച്ച് ആ സ്പേസിലേക്ക് BJP കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ട് എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമോ BJP നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം ആ സ്പേസിലേക്ക് BJPയെ പോലൊരു വർഗീയ ശക്തി കടന്നു വരാൻ പാടില്ല. എങ്ങനെ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ജീർണതകളും പുഴുക്കുത്തുകളും കാരണമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അന്ധമായ കോൺഗ്രസ് വിരുദ്ധത കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല ശതമാനം അണികൾക്കും കോൺഗ്രസിൽ ചേരാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർ മറ്റൊരു ആലയം എന്ന രീതിയിൽ BJPയിലേക്ക് വലിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ആ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലേഴ്സായി, ഡ്രഗ് മാഫിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊലപാതക സംഘം ഉള്ളതായിട്ട് ആകാശ് തില്ലങ്കരിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കൊലപാതക സംഘത്തെപ്പറ്റി നമുക്കറിയാം. ഏറ്റവും ഒടുവിലായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇത് ശരിക്കൊരു രാഷ്ട്രീയ പാർട്ടിയാണോ, ക്രിമിനൽ പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണോ ആ പാർട്ടിയെ വിളിക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ഉണ്ടാകുന്നത്? കണ്ണൂർ എയർപോർട്ട് വളരെ വിശദമായിട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. കണ്ണൂർ എയർപോർട്ട് കേന്ദ്രീകൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ. ഈ അടുത്തിടയ്ക്ക് ഒരു ലേഖനം വന്നിരുന്നു, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്തുകാരുടെ ഹബ്ബായി കണ്ണൂർ വിമാനത്താവളം മാറുന്നുവെന്ന്. ആ കണ്ണൂർ വിമാനത്താവളം മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും ക്യാരിയേഴ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് എന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ള CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ, DYFIയുടെ ജില്ലാ പ്രസിഡന്റുമൊക്കെ ആയിരിക്കുന്ന, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഈ സംഘത്തോടൊപ്പം ഈ ഒന്നിച്ചുറങ്ങിയ ആളുകൾക്കാണ് രാപ്പനിയുടെ ചൂടറിയുക എന്ന് പറയുന്നത് പോലെ ഈ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ വന്നിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ P. ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജറിനെതിരായിട്ട് ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. യുവജന കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വർണം കടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണോ? സ്വർണം കടത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണോ യുവജന കമ്മീഷൻ? യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോട് തുടങ്ങിയ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ സ്വർണം പൊട്ടിക്കൽ കമ്മീഷൻ ഈടാക്കലായി യുവജന കമ്മീഷൻ മാറുന്നതിനകത്തുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ, നാളെത്തരം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം യുവജന കമ്മീഷനെ ഇത്തരം സ്വർണ്ണക്കടത്ത് കമ്മീഷൻകാരിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ശ്രീ ഷാജറിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രക്ഷോഭ പരിപാടി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ഇപ്പുറത്ത് ഞങ്ങൾ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു തിരുത്തൽ ഉണ്ടാകണമെന്ന് ഈ മാധ്യമ സമ്മേളനം കാണുന്ന CPMൻ്റെ, നിങ്ങളുടെ ആ പാർട്ടിയുടെ കൊടി പിടിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതി, ആ പാർട്ടിക്ക് വേണ്ടി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി, ആ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള സംഘടനാ പ്രവർത്തനം, ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്ന മനുഷ്യന്മാരോട്, പാർട്ടി പ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ടി നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്കകത്ത് തന്നെ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്ത, വളരെ ലളിത ജീവിതം നയിക്കുന്ന ചില നേതാക്കന്മാരെന്ന് പറയപ്പെട്ടിരുന്ന ആളുകൾ രമ്യഹർമ്മ്യങ്ങൾ പണിയുകയാണ്. ശ്രീ P. ജയരാജൻ്റെ മകന് ദുബായിൽ എന്ത് ബിസിനസ്സാണ് വെളിപ്പെടുത്തണ്ടേ? നമ്മൾ ആരെങ്കിലുമാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീ P. ജയരാജൻ്റെ ഏറ്റവും ഉത്തമ ശിഷ്യനായിരുന്ന ശ്രീ മനു എന്ന് പറയുന്ന DYFI ജില്ലാധ്യക്ഷനാണ് പറയുന്നത്, ദുബായിൽ ഇത്തരത്തിലുള്ള ചില മാഫിയ സംഘങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായി ശ്രീ P. ജയരാജൻ്റെ മകൻ മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ P. ജയരാജൻ്റെ മകൻ ദുബായിൽ എന്ത് ബിസിനസ് ചെയ്യുന്നു? ഇപ്പോൾ ശ്രീ P. ജയരാജൻ്റെ മകൻ ഒരു വലിയ കൊട്ടാര സദൃശ്യമായ വീട് വയ്ക്കുന്നുവെന്ന് നമ്മളാരെങ്കിലും അല്ല ആരോപിച്ചത്. നമ്മളാരും ആ വീട് കണ്ടിട്ടുമില്ല.
അതാരോപിച്ചിരിക്കുന്നത് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് വളരെ ഗൗരവതരമായ സോഷ്യൽ ഓഡിറ്റും അതുപോലെ തന്നെ ലീഗൽ ഓഡിറ്റും ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുവാൻ കൂടി ഇത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുദ്ധികലശം, ഒരു ശുദ്ധീകരണം അത് അകത്തു നിന്ന് തന്നെ ഉണ്ടാകണം. ശ്രീ MV രാഘവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ബദൽ രേഖയൊക്കെ അവതരിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ബദൽ രേഖയുമായി തിരുത്തൽ നടപടികളുമായി ആ പാർട്ടി പ്രവർത്തകർ കടന്നു വന്നില്ല എങ്കിൽ ആ സ്പേസിലേക്ക് കൂടി BJP വളരുന്ന ഗൗരവതരമായ അപകടകരമായ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഒരു ജാഗ്രത ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്.